എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദുൽഖർ സൽമാനെ. ഭയങ്കര വികാരാണ്, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്വീറ്റ് ആണ്. ലൈക്ക് ഈ അടുത്തൊക്കെയാണ് ഞാൻ കൂടുതലൊരു ഫാൻ ആയത്. എനിക്ക് കല്യാണം കഴിക്കാനാണോ ആഗ്രഹം? അതെ, ഡീക്കയിലും പ്രശ്നമൊന്നുമില്ല, അതൊരു കുട്ടിയുണ്ട്, എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ. അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. എന്നെ ഒന്ന് അൺഫോളോ ചെയ്യോ? എന്റെ ഫോളോവേഴ്സ് ലിസ്റ്റിൽ ഐ മീൻ നമ്മൾ ഫ്രണ്ട്സ് ആവുന്ന എനിക്ക് അത്ര വലിയ താല്പര്യമില്ല ഇപ്പൊ. കരയിക്കാനാണോ നിങ്ങൾ വിളിച്ചു വരുത്തി? എല്ലാ ഫേസിൽ കൂടെ നമ്മൾ സഞ്ചരിക്കണ്ടേ? ഫസലിന്റെ കൂടെ അഭിനയിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഡിക്കിന്റെ കൂടെ അഭിനയിക്കാതിരിക്കില്ല. എന്താ എന്നാരും പ്രപ്പോസ് ചെയ്യാത്തതെന്ന് ഞാൻ വിചാരിക്കും. വിഷമൊന്നുമില്ല, എനിക്കൊരാൾ കഴിവില്ല. അവിടെ പോയി നിന്ന് ഇത്രയും നാള് ആരോട്ട് കോണ്ടാക്ട് ചെയ്യാണ്ട് പിന്നെ ഭയങ്കരമായിട്ട് സംസാരിച്ച് അത് കപ്പ് വിൻ ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിച്ചില്ല. അതുകൊണ്ട് മാത്രം, അതുകൊണ്ട് പോകത്തില്ല. എന്നെ വിളിച്ചാലും ഞാൻ പോകത്തില്ല. അപ്പൊ ഈ 3 ഇയേഴ്സിനിടയിൽ എപ്പോഴെങ്കിലും തേപ്പ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ എനിക്ക് കിട്ടിയില്ലേ? ഇല്ല, എനിക്ക് കൊടുക്കാൻ ഇഷ്ടമുള്ളതൊക്കെ ക്യാമറമാനെ നോക്കി കൊഞ്ചം പറയാൻ കാത്തിരിക്കുന്നു. ദൈവമേ. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കനവേറി വന്നു, കന്നിക്കിളി നീ എന്നിൽ പൊൻതൂവൽ വീശി നിന്നു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ചക്കം പക്കം വിത്ത് മെഹർ. അപ്പൊ ഇന്ന് ചക്കം പക്കത്തിൽ എന്റെ കൂടെ ഉള്ളത് നമ്മുടെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ അടക്കി ഭരിക്കുന്ന ഒരാളാണ്. ഏറെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു ആൻ സിന്ധു ജോണി. താങ്ക് യു. അപ്പൊ ആദ്യം തന്നെ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. സോ മച്ച്. എവിടെ ചെലവ്? എവിടെ ചെലവ് ഇത് കഴിഞ്ഞിട്ട് ട്രീറ്റ് തരും. അപ്പൊ ശരിക്കും എത്ര വയസ്സായി? എത്ര തോന്നുന്നേ? എന്നാലും ഒരു 23-24. കറക്റ്റ് 23 ഇന്നായി. ആണോ? അപ്പൊ ഞാൻ ആന്ന് വിളിക്കണോ ചേച്ചിന്ന് വിളിക്കണോ? ആന്ന് മാത്രം വിളിച്ചൊന്നും വിളിക്കില്ല പ്ലീസ്, ഞാൻ ചെറുതാ. ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പം ഇടയ്ക്ക് കാനഡയിൽ കാണാം, ഇടയ്ക്ക് കൊച്ചി കാണാം. ശരിക്കും താങ്കൾ എവിടെയാ? ശരിക്കും ഞാൻ ഇപ്പൊ ഇവിടെ കൊച്ചിയിലാണ് നിക്കുന്നത്. പക്ഷെ ഇടയ്ക്ക് ഞാനൊന്ന് അവിടെ കാനഡയില് മമ്മീനൊക്കെ ചേച്ചിനൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി. മമ്മി ചേച്ചി അവിടെയാണല്ലേ? മമ്മി ചേച്ചി അവിടെ വർക്ക് ചെയ്യണോ? അവിടെ അവർ രണ്ടുപേരും വർക്ക് ചെയ്യാം. ആണോ? ഞാൻ അവരെ കാണാൻ വേണ്ടി ഇടയ്ക്കൊന്ന് പോകും. പക്ഷെ അപ്പൊ വീഡിയോസ് ഇടുമ്പോൾ ഞാൻ ചിലപ്പോ കൊച്ചിയിലിടും, ചിലപ്പോ അവിടുത്തെ ഇടും. അപ്പൊ അവര് ഞാൻ ഇടയ്ക്ക് പോയി വന്നിരിക്കാന്ന്. ആ കൂടെ ഒരു തവണ പോയിട്ടുള്ളൂ. ആണോ? ഞാനൊരു തവണ ഒരു മറ്റേ വാട്ടർഫോളിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ, അത് കണ്ടു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോ കൊച്ചിയിലുള്ള വീഡിയോ. ശരിക്കും കുട്ടി എവിടെയാ? സ്റ്റോറി കിട്ടി തീർക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരു മൂഡ് വരുമ്പോ ഞാൻ എല്ലാം കൂടെ ഇടും. അതെ. പക്ഷെ ഒരു വർക്ക്സ് ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നത്? ഇവിടെയുള്ള വർക്ക്സും അവിടെ വർക്ക്സ് കിട്ടാറുണ്ടോ? അവിടെയും കുഴപ്പമില്ലാണ്ട് വർക്ക്സ് ഉണ്ട്. പക്ഷെ ഇവിടെയാണ് നമ്മുടെ ബേസ് എപ്പോഴും ഇവിടെ ആയതുകൊണ്ട് ഇതാണ് എപ്പോഴും ബെറ്റർ. പിന്നെ അവിടെ അങ്ങ് പോകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഓഫ്ലൈൻ ആയിട്ടുള്ള ക്യാമ്പയിൻസ് ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ വർക്ക് മാനേജ് ചെയ്യുന്നു പോകുന്നു. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം കൂടുതൽ ഡാൻസിന്റെ വീഡിയോസ് ആണ് കാണാറ്. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് വളരെ ചെറുപ്പത്തിൽ ഈ ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ ഇല്ലേ, മമ്മിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണം എന്നുള്ളത്. അങ്ങനെ അതിന്റെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ വെസ്റ്റേൺ ഡാൻസ് ആയിട്ട് യാതൊരു പക്ഷെ വെസ്റ്റേൺ ആയിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. പക്ഷെ ഒരു ഏജ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതാണല്ലോ താല്പര്യം വരിക. ഇപ്പൊ എന്നോട് ക്ലാസിക്കൽ കളിക്കാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ വെസ്റ്റേൺ ഒക്കെ കുറച്ച് തട്ടിമുട്ടയൊക്കെ അങ്ങ് പോകും, പക്ഷെ ക്ലാസിക്കൽ അറിയില്ല. അല്ല, അപ്പൊ ഞാൻ 2-3 വർഷം മുമ്പ് തൊട്ട് ആനെ കാണുന്നതാണ്. അപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെ സെയിം പോലെ തന്നെയാ ഈ ഡാൻസ് ആണ് ഈ ഒരു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന്റെ രഹസ്യം? അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ ഒരു വർക്ക്ഔട്ട് ചെയ്യാറുണ്ടോ? അത് ഡാൻസ് വർക്ക്ഔട്ട് ഒന്നും ചെയ്യാറില്ല. ഞാൻ ഒരു തവണ ട്രൈ ചെയ്ത് വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അത് വെറും 2 ആഴ്ച ഞാൻ ജിമ്മിൽ പോയുള്ളൂ. അപ്പോഴേക്കും നിർത്തി. പക്ഷെ ജിമ്മിലൊന്നും പോകാറില്ല. പിന്നെ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കണോണ്ടായിരിക്കും അറിയില്ല, കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നു. അതെ. മെഹർ ജിമ്മിൽ പോകാറുണ്ട്? ഇല്ല ഇല്ല, എന്നെ ജിമ്മിൽ പോകുന്ന പോലെ തോന്നുന്നുണ്ടോ? ചെറുതായിട്ട് നല്ല ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നു. ആദ്യമായിട്ട് ഒരാളെന്നെ സന്തോഷായില്ലേ? ഓക്കെ. അപ്പം നമ്മുടെ ഷോയുടെ പേരാണ് ചക്കം പക്കം. അപ്പൊ ഈ ചക്കം എന്ന് പറഞ്ഞ കുറച്ച് ചോദ്യങ്ങളും പക്കം എന്ന് പറഞ്ഞ കുറച്ച് ടാസ്കുകളാണ്, ചെറിയ ചെറിയ പണികൾ. ഓക്കെ ഡൺ. ഓക്കെ. അപ്പം അതിനടുത്ത് ഞാൻ ഒരു സാധനം കൊണ്ടിട്ടുണ്ട്. ചെണ്ടയോ? എനിക്കാണോ? ഇത് ആനാണ്. അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ വായിക്കും. അത് യെസ് ആണെങ്കിൽ കൊട്ടണം. ഓക്കെ, തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചക്കം. ചോദ്യം. ചക്കം. ഇവിടെ ചോദ്യമല്ലേ, സോഷ്യൽ മീഡിയയിൽ ഫേക്ക് പേജുകൾ ഉണ്ട്.
ഒന്നേ ഉള്ളൂ. ആ ഓക്കെ, ആരെങ്കിലും സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ്? സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിട്ടല്ല. എന്താന്ന് വെച്ചാൽ പണ്ട് നമ്മൾ മറ്റേ റീല് ഇഷ്ടപ്പെടുന്നത് സേവ് ചെയ്യണേക്കാളും എനിക്ക് ഇഷ്ടം ആർക്കെങ്കിലും അയച്ചു കൊടുക്കണേ. അപ്പൊ നമുക്ക് ആ ചാറ്റ് നോക്കുമ്പോൾ അതിന് വേണ്ടി മാത്രം, അതായത് ഏത് റീൽ പെട്ടെന്ന് എടുക്കുമ്പോൾ എന്റെ ആ ഫേക്ക് അക്കൗണ്ട് പേര് വരാൻ ഓക്കെ, ഫേക്ക് അക്കൗണ്ട് ഇങ്ങനെ എടുക്കും. അപ്പൊ അതിനകത്ത് ഫുള്ള് റീലാ. അതും അതിനു വേണ്ടി മാത്രം പറയുന്നത്, ഒരാളെ സ്റ്റോക്ക് ചെയ്യാറില്ല. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പണ്ട് ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം ഇപ്പൊ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. പണ്ടാണെങ്കിൽ ഹാഷ്ടാഗ് ഇടുമ്പോ റീച്ച് ഇടും, ഹാഷ്ടാഗ് ഇടരുത് എന്നൊക്കെ പറഞ്ഞു. ശരിക്കും എന്താ സംഭവം? അത് ആക്ച്വലി എനിക്കറിയില്ല. ഞാൻ ഹാഷ്ടാഗ്സ് ഇടാറില്ല. പക്ഷെ എനിക്ക് എന്റെ അടുത്ത് പണ്ട് ഇൻസ്റ്റാഗ്രാമിന്റെ ടീം എന്നോട് എപ്പോഴും പറയായിരുന്നു ഹാഷ്ടാഗ്സ് യൂസ് ചെയ്യണം, അത് നല്ലതാണ്, കുറച്ചുകൂടി ആളുകൾക്ക് എത്തും എന്നൊക്കെ. പക്ഷെ എനിക്ക് അതിന് അല്ല ക്ഷമ എനിക്കില്ല. അതിന് ഹാഷ്ടാഗ് ഓരോന്നും പെരക്കി എടുത്തിടാൻ ക്ഷമ എനിക്കില്ല. അപ്പൊ ഞാൻ ഇടാറില്ല. അപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യണം. അപ്പൊ അതിന് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഇടാറില്ല. എനിക്ക് അറിയില്ല അതിന്റെ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ പക്കം എന്താന്ന് വെച്ചാല് ഇൻസ്റ്റഗ്രാം ലാംഗ്വേജിൽ എന്നോട് സംസാരിക്കണം. അയ്യോ, എനിക്കറിയില്ല. എനിക്ക് പറഞ്ഞിട്ടൊന്നല്ല. അപ്പൊ നമ്മളിങ്ങനെ പറയണം കൊളാബ്, ലൈക്ക് അങ്ങനത്തെ സംഭവങ്ങൾ, കൊളാബ്, വ്യൂസ്, പിന്നെന്താ റീഷെയർ, മെൻഷൻ, ടാഗ്, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. നമ്മളിപ്പോ എന്തെങ്കിലും പറയണേല് നമ്മൾ സാധാ യൂസ് ചെയ്യണ വാക്കിന് പകരം നമ്മൾ എന്താ പറയാ, നീ എന്നെ മെൻഷൻ അങ്ങനെ അങ്ങനെയൊക്കെ. ഓക്കെ, ഞാൻ എത്ര വട്ടായി പറയണു എന്നെ ഒന്ന് കൊളാബ് ചെയ്യാനൊക്കെ. ഞാൻ കൊളാബ് ചെയ്യാം, ഞാൻ മെൻഷനും ചെയ്യും, ടാഗ് ചെയ്യും. പക്ഷെ എല്ലാം വെറും സ്റ്റോറിയാണ്. എന്ത് ആണോ? എല്ലാം സ്റ്റോറിയാണോ? എല്ലാം വെറും സ്റ്റോറിയാണ്. മെൻഷൻ ചെയ്യാം, പോസ്റ്റ് ചെയ്യാന്നൊക്കെ പറച്ചില് മാത്രം, സ്റ്റോറി മാത്രമേ ഉള്ളൂ. പക്ഷെ നോ കൊളാബ്, നോ ടാഗ്. നോ ദിസ് ടൈം എല്ലാം കൊളാബ് ചെയ്യും. ഞാൻ എല്ലാം ഉറപ്പാണ്, ഉറപ്പായിട്ട് കൊളാബ് ചെയ്യും. എനിക്ക് ഇൻസ്റ്റാഗ്രാം ലാംഗ്വേജ് സംസാരിക്കാൻ അറിയില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെക്കപ്പ്. ഇൻസ്റ്റഗ്രാമിലൂടെ വരുന്ന മെസ്സേജുകളിൽ പകുതിയിലധികം ബോയ്സിന്റേതാണ്. ആണോ? മോസ്റ്റ്ലി ബോയ്സിന് താല്പര്യമുള്ളൂ. നല്ല നല്ല കമന്റ്സ് പറയും. ഈവൻ എന്റെ എന്റെ അമ്മ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം, ഭയങ്കര നമ്മളെ ഇത്രയും പോകുന്നൊക്കെ എസ് ഒക്കെ പോലെ അടിക്കും. പിന്നെ എന്റെ ഫോളോവേഴ്സും എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ബോയ്സ്. പക്ഷെ ഗേൾസ് കാണുന്നുണ്ട്, സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളെ താല്പര്യമില്ല. എന്താന്ന് എനിക്കറിയില്ല. എന്റെ ഒരു താല്പര്യം അങ്ങനെയാണല്ലോ, നമ്മള് ഗേൾസ് ആവുമ്പോ പിന്നെ അങ്ങനെ ആരും അങ്ങോട്ട് നമ്മളെ എന്താ പറയാ ഭംഗിയുണ്ടെന്ന് പറയില്ല, അപ്രീഷിയേറ്റ് ചെയ്യില്ല. പക്ഷെ അങ്ങനെയൊന്നല്ല, ബോയ്സ് നല്ല മനസ്സുള്ള ആൾക്കാരാണ്. സത്യം. ഞാൻ പണ്ടൊരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടു, എനിക്ക് എന്നെ മാത്രം എന്തായാലും പ്രപ്പോസ് അതിനെനിക്ക് കുറെ ട്രോൾ വന്നു. പിന്നെ എന്നെ മാത്രം എന്താ പ്രപ്പോസ് ചെയ്യാത്തെന്നൊക്കെ പറഞ്ഞു. പ്രപ്പോസ് ചെയ്യാറുണ്ടോ? ഇല്ല, സത്യമായിട്ടും ഇല്ല. ഞാൻ ഇപ്പോഴും വിചാരിക്കും എന്താ എന്നാരും പ്രപ്പോസ് ചെയ്യാത്തേന്ന് ഞാൻ വിചാരിക്കും. വിഷമൊന്നുമില്ല. പക്ഷെ അല്ല, അന്നൊരു വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, എനിക്ക് ഇതുവരെ ഒരു തേപ്പ് കിട്ടിയിട്ടില്ല എന്ന്. അതൊരു 3 years ബാക്ക് ഉള്ളൊരു വീഡിയോ ആയിരുന്നു തോന്നുന്നുണ്ട്. ഇപ്പൊ ഈ 3 yearsനിടയിൽ എപ്പോഴെങ്കിലും ഒരു തേപ്പ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? ഇതുവരെ കിട്ടിയില്ലേ? ഇല്ല, എനിക്ക് കൊടുക്കാൻ ഇഷ്ടമുള്ളതൊക്കെ ഇനി ഞാനൊരു പാട്ടിന്റെ ലിറിക്സ് തരും, അതങ്ങ് പാടാം. ഞാനോ? എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, ലിറിക്സ് തരാം, പാടിയാ മതി. ലിറിക്സ് ഞാൻ തരൂല, ഞാൻ തന്നെ എടുക്കണോ? എവിടെന്ന്? ഞാൻ എടുത്തു തരാം. ഏതാ പാട്ട്? ഇത് ഏതാ? നിലാവേ മായുമോ? 1 2 3 സ്റ്റാർട്ട്. നിലാവേ മായുമോ കിനാവും നോവുമായി, ഇളം തേൻ തെന്നലായി തലോടും പാട്ടുമായി. കൈയടിക്കത്ത് എന്തായാലും ഞാൻ വെച്ച് പിന്നെ ഇനി പാടുന്നു. ബാക്കി നിങ്ങൾക്ക് അറിയില്ല, എനിക്കറിയില്ല. ഡാൻസ് ഞാൻ നന്നായി പാടുന്നുണ്ടോ? ഇല്ലല്ലോ, നല്ല സൗണ്ട്, നല്ല രസമുണ്ട് കേൾക്കാൻ. സത്യമായിട്ട് നല്ല രസമുണ്ട്. ആണോ? ഓക്കെ, അപ്പം നമ്മുടെ നെക്സ്റ്റ് ചെക്കപ്പ്. സ്വന്തം പേരുള്ള ഫാൻ പേജുകൾ കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. ഉണ്ട്. ഞെട്ടിപ്പോയിട്ടുണ്ടോ? ഞാൻ വിചാരിക്കും അവരെന്ത് എന്ത് കണ്ടിട്ടാന്നല്ല, ഇങ്ങനെ ഫാൻ പേജസ് ഒത്തിരി ഫാൻ പേജസ് ഉണ്ട്. അവരിങ്ങനെ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു. ഞാൻ വിചാരിക്കും അവർക്ക് എങ്ങനെ സാധിക്കുന്നു, മറ്റൊരാൾക്ക് വേണ്ടിട്ട് എങ്ങനെ ചെയ്യുന്നു, അതൊക്കെ കണ്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട്. അവര് സപ്പോർട്ട് ചെയ്യാറുണ്ടോ? അപ്പം സ്റ്റോറി ഇഷ്ടം പോലെ സപ്പോർട്ട് ചെയ്യും. താങ്ക് യു സോ മച്ച്. ഒരുപാട് സ്നേഹം. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പക്കം. ഞാനൊരു പാട്ട് അഭിനയിച്ച് കാണിക്കും, അത് ഏത് പാട്ടാണ്? നീ ഏതാ? നീ ഏതാടി? പാട്ടാണ്. നീ, ഞാൻ, നമ്മൾ, ആരാ?
ആരാ ആരാ ഞാനും നീ ഏതാ ഞാനും നീ ആരാ ഇത് ഇത് ഞാൻ ഞാനും ചോദിക്കുന്നത് ശരി നീയും ആരാ അതേതാ സോങ് അല്ല ഇത് ഞാൻ അയ്യോ വേറെ കാണിക്ക് നാലെണ്ണം ഉണ്ട് ഞാന് നാലാമത്തെ ആ കല്യാണം അതിന്റെ മുന്നത്തെ സിനിമ കാണിക്കാത്ത ഞാൻ മീശ മീശ മാധവൻ എന്നെ കല്യാണമോ നിനക്ക് പെണ്ണെ നിന്റെ കല്യാണമോ ആണോ നമ്മൾ ആരാ പെണ്ണുങ്ങൾ അതാണ് നീ ഓക്കെ ഡൺ പെണ്ണെ നിന്റെ കല്യാണം ഓക്കെ അപ്പം നമ്മുടെ നെക്സ്റ്റ് ചക്കം ബിഗ് ബോസിൽ മത്സരാർത്ഥിയാകണമെന്ന ആഗ്രഹമുണ്ട് ഇല്ല ഇല്ലേ ഇല്ലില്ല വിളിച്ചാലും പോവില്ലായിരിക്കും പക്ഷെ ഞാനും വിളിച്ചിട്ടുണ്ടോ ഇല്ല വിളിച്ചിട്ടില്ല ഇങ്ങനെ എന്റെ ഫ്രണ്ടിന്റെ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ ഓഫർ ഉണ്ട് വരുന്നുണ്ടോന്നൊക്കെ ചോദിച്ചു പക്ഷെ ഞാൻ അന്ന് ഞാൻ കാനഡയിലായിരുന്നു ഈ കഴിഞ്ഞ ലാസ്റ്റ് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കാരണം എനിക്ക് ഒരാൾ കഴിവില്ല അവിടെ പോയി നിന്ന് ഇത്രയും നാള് ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാണ്ട് പിന്നെ ഭയങ്കരമായിട്ട് സംസാരിച്ച് അത് കപ്പ് വിൻ ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് മാത്രം അതുകൊണ്ട് പോകത്തില്ല എന്നെ വിളിച്ചാലും ഞാൻ പോകത്തില്ല എങ്ങാനും വിളിച്ച് അവർ കുറെ ഓഫേഴ്സ് ഒക്കെ നിരത്താണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പോകും മനുഷ്യനല്ലേ സാഹചര്യത്തിന്റെ Maybe, I don't know. പോയി പോകുന്നൊക്കെ ഇനി അടുത്തത് നമ്മുടെ ഫോണിൽ നിന്ന് ഒരാളെ വിളിക്കണം ഒരു പ്രാങ്ക് കോൾ ആണ് ഒരു സെലിബ്രിറ്റി ഇൻഫ്ലുവൻസറിനെ വിളിച്ചിട്ട് എന്താ പറയണ്ടെന്ന് അറിയോ എന്താ നീ എന്നെ അൺഫോളോ ചെയ്യണം എന്റെ ഫോളോവർ ലിസ്റ്റിൽ നീ വേണ്ട പ്രാങ്ക് ആണ് ആരെ വിളിക്കണേ ഓ ഫോണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊണ്ടുപോ ആരെ വിളിക്കുന്നത് ഞാൻ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പ്രാങ്കിനൊക്കെ വേറെ കുഞ്ചുവിനെ വിളിക്കാന്ന് ഞാൻ വിചാരിച്ചേ ഡെൽ കുഞ്ചുവിനെ അവള് വിളിച്ചെടുക്കണാവോ പക്ഷെ അവളെന്തൊക്കെ ഉളത്തരം പറയുന്നത് എനിക്കറിയില്ല ഒരു മിനിറ്റ് ഒന്ന് പ്ലാൻ ചെയ്യട്ടെ എന്താ പറയാൻ പോകുന്നേ എന്താ പറയാ ലൈക്ക് എടി നീ എന്നെ ഒന്ന് അൺഫോളോ വിളിക്കുന്നു കുഞ്ചു നീ എന്നെ ഒന്ന് അൺഫോളോ എനിക്കൊരു സീൻ ഉണ്ട് ഞാൻ പിന്നെ പറയാം നീ എന്നെ അൺഫോളോ ചെയ്യ കുഞ്ചു അതെ നീ എവിടെയാ അതെ ഞാൻ അത്ര ഓക്കെ അല്ല എനിക്ക് എന്തോ ഒരു സുഖം തോന്നണില്ല ഹലോ എടി എനിക്ക് നിന്റെ കാര്യം നമ്മള് തമ്മിൽ ശരിയാവാത്ത പോലെ എനിക്ക് തോന്നണേ അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയാ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ എന്നെ ഒന്ന് അൺഫോളോ ചെയ്യോ എന്റെ ഫോളോവേഴ്സ് ലിസ്റ്റിൽ ഐ മീൻ നമ്മൾ ഫ്രണ്ട്സ് ആവുന്ന എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ല ഇപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നിന്നെ പ്രാങ്ക് ചെയ്തിട്ട് കാര്യമില്ല ബിക്കോസ് നീ എന്തായാലും അത് മനസ്സിലാക്കില്ല എന്താ സോറി ഗൈസ് എടി ഞാനൊരു ഇന്റർവ്യൂവിൽ ഇരിക്കുക നീ ഒരു ഹായ് പറ എല്ലാവർക്കും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാ ഹലോ 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 ഇന്റർവ്യൂസ് ഇവള് ഇതുവരെ ജീവിതത്തില് സീരിയസ് ആയിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇവൾക്ക് സീരിയസ്നെസ് പോലും അറിയില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് ഏക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടക്കില്ല ആണോ ചിലപ്പോ വേറെ ആരെങ്കിലും വിളിച്ചെങ്കിൽ അവർ സെഡ് ആയേനെ ഇവള് വിളിച്ചിട്ട് ഒരു കാര്യമില്ല അതാണ് സത്യം പ്രാങ്ക് പാളിപ്പോയി എനിക്കറിയാം ആരില്ല ഓക്കെ നീ ആദ്യമായിട്ട് നീ എന്നെ വിളിക്കാറില്ല ഇവളെന്നെ വിളിക്കുകയില്ല ഞങ്ങൾ രണ്ടാളും അപൂർവമായിട്ട് വർഷത്തിൽ 2-3 പ്രാവശ്യം അങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ച് തെറി വിളിക്കും അപമാനിക്കും അങ്ങനത്തെ പരിപാടീസേ ഉള്ളൂ ഇവള് വിളിച്ചിരിക്കണോ ഞാൻ അങ്ങനെ ബർത്ത്ഡേ കണ്ടതിന് എന്നെ വിളിക്കും അങ്ങോട്ട് വിളിക്കാടി കുഞ്ചന്റെ പോരട്ടെ അതൊക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് കേട്ടോ ഓക്കെ ബൈ
അങ്ങനെ ചീറ്റിപ്പോയി ഗായ്സ്. ചീറ്റിപ്പോയി. എനിക്കറിയാം ചീറ്റിപ്പോന്ന്. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ പോയിട്ട് ആരോടും അൺഫോളോ ചെയ്യണത് പറയില്ല. ഞാൻ ഭയങ്കര സ്വീറ്റ് ആയിട്ടാണ്. ആണോ? ആ ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശ്ശോ, ഇഷ്ടപ്പെട്ടില്ലേ? ബർത്ത്ഡേ ഒരു സന്തോഷായി. അതെ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ചക്കം. ഒറ്റയ്ക്ക് യാത്ര ചെയ്ത അവസരങ്ങളിൽ ചില ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇല്ല 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 അങ്ങനത്തെ ഒരു ദുരനുഭവം ദുരനുഭവം ഉണ്ടായിട്ടില്ല. ഇല്ല. ഇതുവരെ. ഇല്ല, ദൈവം സഹായിച്ചിണ്ടായിട്ടില്ല. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാറുണ്ടോ? ഉണ്ട്. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ എന്തോ വ്ലോഗ് ഉണ്ടോ, മെക്സിക്കോ പക്ഷെ ഫാമിലി ആയിട്ടാണോ മെക്സിക്കോയിൽ പോയത്? ഞാൻ അത്രയും ലോങ് സത്യം പറഞ്ഞാൽ ഞാൻ സോളോ ട്രിപ്പ് ഒന്നും ഇതുവരെ പോയിട്ടില്ല. പോയിട്ടില്ല. എനിക്കിപ്പോ ഒരു ആഗ്രഹമുണ്ട് സോളോ ട്രിപ്പ് പോകണമെന്ന്. പക്ഷെ അതിലും സത്യം പറഞ്ഞാൽ എനിക്കൊരു പേടിയാണ് സോളോ ട്രിപ്പ് പോയി കഴിയുമ്പോൾ എങ്ങനെയോ എന്താവും ആരും ഇല്ലല്ലോ എന്നുള്ള പേടിയിൽ ഞാൻ പോയിട്ടില്ല. പക്ഷെ ഞാൻ പോകും ഒരു ദിവസം. അന്ന് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അറിയിക്കുന്നതാണ് നിങ്ങൾ. ഈ മെക്സിക്കോയിലൊക്കെ പോയപ്പോൾ ഫാമിലി ഉണ്ടാവും. ഞാൻ ഇവിടെ പോകുമ്പോൾ ഫാമിലി ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. പക്ഷെ അത് ട്രൈ ചെയ്യണം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ അനുഭവം ഒന്നും വന്നിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പക്കം. ച എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന 4 സിനിമ ചാന്ത് പൊട്ട്, ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3. ചാണകം. ചാണകം എന്ന് പറഞ്ഞ സിനിമ ഒന്നുമില്ല. ചാ വെച്ചോ? ചാന്ത് പൊട്ട്, ടിക് ടിക് 1, ടിക് ടിക് 2, ചതിക്കാത്ത ചന്തു. ഇവിടെ എല്ലാരും പറഞ്ഞു കൊടുക്ക. ചതിക്കാത്ത ചന്തു. ടിക് ടിക് 5, ടിക് ടിക് 7. ചെമ്പകം. ചെമ്പകം എന്ന് പറഞ്ഞ സിനിമ ഒന്നുമില്ല. ചെമ്പകം എന്ന് പറഞ്ഞ സിനിമയില്ലേ പണ്ടത്തെ ഒരു പണ്ടത്തെ ഇവിടെ പറഞ്ഞു കൊടുക്കാണ്. ചെങ്കോല്. ചെങ്കോൽ എന്ന് പറഞ്ഞ സിനിമ ഒന്നുമില്ല. പിന്നെയുണ്ട് ചെമ്മീൻ. ചെങ്കോൽ പറഞ്ഞ സിനിമ ഒക്കെ ഉണ്ട്, അവരടിക്കാൻ വരുന്നു. ചെമ്മീൻ. ഏതൊക്കെയായിരുന്നു? ചാന്ത് പൊട്ട്, ചതിക്കാത്ത ചന്തു, ചെങ്കോല്, ചമ്മന്തി. ചെമ്മീൻ. പക്ഷെ എന്റെ കേട്ടോ, ബാക്കി ഒരു പറഞ്ഞു. സോറി, 3 അവര് പറഞ്ഞു. ഇല്ലില്ല, 2 എന്റെ സ്വന്തം, 2 ഇവരാരും പറഞ്ഞു. ഓക്കെ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ചക്കം. റീൽസ് കണ്ടുകൊണ്ടിരിക്കെ ഉറങ്ങി പോയിട്ടുണ്ട്. ഉണ്ട്. നോക്കി ഫോൺ മോത്തടിക്കൂ എന്റെ അമ്മ, ഭയങ്കര വേദനയാ. അത് ശരി, അങ്ങനെ ഒരു സംഭവം എനിക്ക് എപ്പോഴും ഉണ്ടാവാറുള്ള സംഭവം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പക്കം. ലൈഫിൽ ഏറ്റവും കൂടുതൽ വേദനയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു ഇൻസിഡന്റ് നമ്മളായിട്ട് ഷെയർ ചെയ്യണം. വേദനയിലൂടെ കൊറേ ഉണ്ട്. കരയിക്കാനാണോ നിങ്ങൾ വിളിച്ചു വരുത്തി? എല്ലാ ഫേസിൽ കൂടെ നമ്മൾ സഞ്ചരിക്കണ്ടേ? അതാണ് ചക്കമ്പക്കത്തിന്റെ പ്രത്യേകത. എല്ലാത്തിൽ കൂടെയും പോകും. ഏറ്റവും വിഷമം എനിക്ക് തോന്നുന്നു അതെപ്പോഴും ലൈക്ക് എന്റെ ഫാമിലി കൂടി മോസ്റ്റ്ലി ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവര് വന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും വിഷമായത് എന്റെ സിസ്റ്റർ കാനഡയ്ക്ക് ആദ്യമായിട്ട് പോയി. ബിക്കോസ് എനിക്ക് എല്ലാത്തിനും ഒരു സെക്കൻഡ് മോം പോലെ എന്റെ ചേച്ചിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ലൈക്ക് അവളില്ലാണ്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ പെട്ടെന്ന് ഞാൻ 12th പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് കാനഡയിൽ പോയതാണ്. എനിക്ക് ഭയങ്കര വിഷമായത്. ലൈക്ക് അങ്ങനെ ഒരാൾ പോവാന്ന് പറയുന്നത് ഭയങ്കര വിഷമായിരുന്നു. അത് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ടിക്ടോക്ക് ഇപ്പൊ ബാൻ ചെയ്തപ്പോ ഒന്നും കരഞ്ഞില്ല? ഇല്ല, എനിക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറ. ഞാൻ മാറിയിരുന്ന് കരഞ്ഞൊക്കെ ഇല്ല. ടിക്ടോക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും നമ്മൾ ടിക്ടോക്ക് പോയപ്പോ ടിക്ടോക്ക് പോകുമെന്ന് കേട്ടപ്പോൾ ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നുവെങ്കിലും ടിക്ടോക്കിലൂടെ എനിക്ക് ഒരിക്കലും അങ്ങനെ വലിയ ഇൻകം ഒന്നും കിട്ടിയിട്ടില്ല. ടിക്ടോക്കിൽ നിന്ന് വലിയ പൈസ എമൗണ്ട് ഒന്നും നമുക്ക് കിട്ടില്ല. നമ്മളത് ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മുടെ പാഷന് വേണ്ടിയിട്ടും ചുമ്മാ ചെയ്യുന്നു. നമുക്കൊരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നത് മാത്രമായിരുന്നു. വൺസ് ടിക്ടോക്ക് എപ്പോ ബാനായി അന്നാണ് സത്യം പറഞ്ഞ ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ലൈഫൊക്കെ തെളിഞ്ഞത് എന്ന് പറയാം. അത് ആർക്കും അറിയില്ല. അത് കഴിഞ്ഞ വഴിക്കാണ് നമ്മുടെ ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് എല്ലായിടത്തും കോൾസ് വരുന്നു, അവരുടെ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ ഇത്ര പേയ്മെന്റ് തരും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കോൾസ് വരുന്നത് അപ്പോഴാണ് നമ്മൾ നമ്മുടെ തന്നെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്നാണ് ടിക്ടോക്ക് ബാനായി അന്നാണ് സത്യം പറഞ്ഞ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും സന്തോഷിച്ചത്. അന്നാണ് ഇൻസ്റ്റഗ്രാം റീൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇൻസ്റ്റഗ്രാം വിളിക്കുന്നു, എല്ലാവരും നമ്മൾ വിളിച്ച് നമുക്ക് അപ്പൊ തൊട്ടാണ് പേയ്മെന്റ്സ് ഒക്കെ നല്ല രീതിക്ക് വരാൻ തുടങ്ങിയതും എല്ലാവരും ലൈഫ് ഒന്ന് മാറിയ വേറൊരു ഫേസിലേക്ക് പോയത് എപ്പോഴും അതായിരുന്നു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചും എല്ലാവരും സംബന്ധിച്ച് ടിക്ടോക്ക് എന്ന് ബാനായി അന്ന് ഞങ്ങൾക്ക് സന്തോഷമാണ്. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റഗ്രാമിലുണ്ട്, മോജിലുണ്ട്, ജോഷി ഉണ്ടായിരുന്നു? ഇല്ല, നമ്മൾ മോജിൽ അല്ലെങ്കിൽ ജോഷിൽ ഇതിൽ ഒരെണ്ണത്തിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ കിട്ടിയത് മോജിലാണ്. ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ ഇപ്പോഴുണ്ടോ മോജ്? ഇല്ല, കറന്റ്ലി മോജില്ല. മോജിനൊന്നും അറിയില്ല. പേയ്മെന്റ് നമുക്ക് അവിടെ നിന്ന് വരുന്ന ബ്രാൻഡ്സിന്റെ പേയ്മെന്റ്സ് വരും, നമ്മൾ ഓരോ ബ്രാൻഡ്സ് ചെയ്യുമ്പോൾ വരും. പക്ഷെ മറ്റേതൊരു പെർട്ടിക്കുലർ എമൗണ്ട് നമുക്ക് എപ്പോഴും വരുവായിരുന്നു, സാലറി പോലെ. അതിപ്പോ കറന്റ്ലി ഇല്ല, പക്ഷെ അന്ന് നല്ല പോലെ ഉണ്ടായിരുന്നു. അപ്പം ഈ മോജിലും ഇതിനകത്തൊക്കെ ഉള്ളപ്പോ ഫോളോവേഴ്സ് അതനുസരിച്ച് കയറോ?
ആ ലൈക്ക് ഇൻസ്റ്റഗ്രാമില് അതിന്റെ ഒരു കേറും. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും റീല് വന്നതിന് ശേഷമാണ് ഭയങ്കരമായിട്ട് അതായത് ഇപ്പൊ ആരെങ്കിലും ഫോട്ടോ ശ്രദ്ധിക്കാറുണ്ടോ? പണ്ട് ഇൻസ്റ്റാഗ്രാം ഫോട്ടോ മാത്രം ഇടാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. റീൽസ് ആണല്ലേ ഇന്നിപ്പോ ഞാനായാലും ഫോട്ടോ ഇട്ടില്ലെങ്കിൽ എനിക്ക് റീല് ഒരു ദിവസം മസ്റ്റ് ആയിട്ട് ഇടണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. ഫോട്ടോ ഞാൻ അത്ര ബോധേഡ് അല്ല. നമുക്കിപ്പോ റീൽസ് വന്ന് തുടങ്ങിയ ശേഷമാണ് എപ്പോഴും വീഡിയോ ചെയ്തതിന് ശേഷം ഭയങ്കര റീച്ച് ആവാൻ തുടങ്ങിയത്. ഫോട്ടോ ഇങ്ങനെ ഇട്ടിട്ട് റീച്ച് ആവാൻ ഭയങ്കര സ്ലോ ആയിരുന്നു. ബട്ട് ഇങ്ങനെ അക്കൗണ്ട് ഫോളോവേഴ്സ് കേറാത്ത എത്ര ചെയ്തിട്ടും അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഞാൻ പറയട്ടെ, ലൈക്ക് ഇപ്പോ നമ്മൾ വീഡിയോസ് നമ്മൾ കോൺസ്റ്റന്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ഇല്ലെങ്കിൽ, അതായത് ഇപ്പൊ ഇന്നിട്ടില്ല നാളെ ഇട്ടില്ല അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റീച്ച് നല്ലപോലെ കുറയും. ഇപ്പൊ എനിക്ക് ആക്ച്വലി ഇപ്പൊ ഞാനൊരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ കൊച്ചിയിൽ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാനഡയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ വൈറ്റിലയിൽ ഒരു ബുട്ടീക്ക് പോലെ തുടങ്ങിയിട്ടുണ്ട്. കള്ളി ആഞ്ചലിക് ബോയ് ആയിരുന്നുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര ബിസി ആയി അതിന്റെ പിന്നാലെ. അപ്പൊ എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ഡിസൈൻ ചെയ്യുന്നൊക്കെ അല്ല, അത് കഴിവുള്ള ഒരു ഡിസൈനറിനെ വെച്ചു. ഞാനതൊക്കെ ഇട്ട് ഇങ്ങനെ ഫോട്ടോ ഇടുന്ന അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സും ക്ലോത്ത്സ് ഒക്കെ. അപ്പൊ ഞാൻ അങ്ങനെ വേണം ഇങ്ങനെ വേണം എനിക്കൊരു വിഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഞാൻ വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ അതിനൊക്കെ ഇങ്ങനെ ഹയർ ചെയ്തിട്ട് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവര് വരച്ച് അങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ. അപ്പൊ അതിന് ബിസി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ശ്രദ്ധിക്കാൻ സമയമില്ല. അപ്പൊ അതിങ്ങനെ ഡൗൺ ആവണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പൊ ഫോളോവേഴ്സ് കുറയുന്നുണ്ടോ? കുറയും. ഇനി അത് ശരിയാക്കാൻ എന്താ? ശരിയാക്കാൻ നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോസ് നല്ല വീഡിയോസ് ചെയ്ത് അങ്ങനെ ആൾക്കാർ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോ ഫോളോ കേറും. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 1 month ബാക്ക് ഒരു 1 second ഒരു റീൽ അങ്ങനത്തെ ഒരു ട്രെൻഡിങ് ഓഡിയോ ലൈക് അതിനകത്ത് ഇങ്ങനെ കുറെ ഇൻസ്റ്റാഗ്രാം എപ്പോഴും അങ്ങനെ നമ്മൾ എത്ര എഫേർട്ട് എടുത്ത് വീഡിയോ ചെയ്താലും റീച്ച് ഉണ്ടാവില്ല. ചുമ്മാ വല്ല പാടത്തോ പറമ്പത്തോ നിന്ന് വീഡിയോ ചെയ്താൽ റീച്ച്. എനിക്ക് അങ്ങനെ റീച്ച് കിട്ടാറ്. വൈറലായ റീൽ ഏതാ? എനിക്ക് ഏറ്റവും വൈറലായ വീഡിയോ കാനഡയില് ഞാനിങ്ങനെ ക്യൂബക് എന്ന് പറഞ്ഞ കുട്ടി ഞാൻ അതിന്റെ ജന്മത്തിൽ വിചാരിക്കുന്നില്ല എന്നെ റീച്ച് ചെയ്തത്. എന്റെ വീഡിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ചുമ്മാ ഞാൻ ഇട്ടൊരു റീൽ. അത് ഞാൻ നോക്കിയപ്പോ അപ്പൊ തന്നെ മില്യൺ പോകുന്നു. അങ്ങനെ ഭയങ്കര റീച്ച്. എത്ര മില്യൺ ഉണ്ടായിരുന്നു അത്? അത്ര അതെനിക്കിപ്പോ കറക്റ്റ് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു 10 ലൈക്സ് തന്നെ മില്യൺസ് വന്നു. ലൈക്സ് മാത്രം. അപ്പൊ അത് ഭയങ്കര റീച്ച് ആയിരുന്നു. അത് എനിക്ക് തോന്നുന്നു ആ കുട്ടീനെ കണ്ടിട്ട് ഇങ്ങനെ എന്തോ ഒരു എക്സ്പ്രഷൻ ഇട്ട് നോക്കിയത് ഇപ്പോൾ ഏതാന്ന് അങ്ങനെ എന്തോ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു. ഫസ്റ്റ് വൈറലായ വീഡിയോ അത് ഇതിലെ ടിക്ടോക്കിലാണോ? അല്ല, ഇൻസ്റ്റാഗ്രാമിൽ. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. അതൊന്നും ഓർമ്മയില്ല. ടിക്ടോക്കിലൊക്കെ വെറുതെ ചുമ്മാ ഇങ്ങനെ എന്തോ കാണിച്ചൊരു വീഡിയോ എന്ന് തോന്നുന്നു വൈറലായത്. പിന്നെ ഞാനും എന്റെ സിസ്റ്റർ എപ്പോഴും ഡാൻസ് കളിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ ഈ ബ്ലൂപ്പേഴ്സ് ഇല്ലേ, ശരിക്കും പറഞ്ഞാൽ ബ്ലൂപ്പേഴ്സ് ഒക്കെ ഇടുന്ന ആൾക്കാർക്ക് ഇഷ്ടം. എന്താണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത്, ബിഹൈൻഡ് ദ സീൻസ്, ഇങ്ങനത്തെ സാധനമൊക്കെ ഇടുമ്പോ ഭയങ്കര റീച്ച് ആയിരുന്നു. ആൾക്കാർക്ക് ഇങ്ങനെ ഇഷ്ടമാണ് അത് കാണാൻ വേണ്ടിട്ട്. അതായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ചക്കാണോ പക്കാണോ അറിയില്ല. എനിക്കിങ്ങനെ ആൻസർ കൊടുത്തേ നമ്മൾ ടാസ്ക് ഒന്നും ചെയ്തില്ലല്ലോ. ഇല്ല. അപ്പം നെക്സ്റ്റ് പക്കം. പേടിയാവാ. അല്ല ഓക്കെ. ഇല്ല, പറഞ്ഞു. എന്താ ലൈഫിലെ ഏറ്റവും അത് ടാസ്ക് ആയിരുന്നോ? അത് പറഞ്ഞല്ലോ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ചക്കം. ചാർജ് ചെയ്യാനിട്ട ഫോൺ അൺപ്ലഗ് ചെയ്യാതെ ഒരു രാത്രി മൊത്തം കടന്നു പോയിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ തന്നെ. എനിക്ക് സർവ്വസാധാരണ. എനിക്ക് സങ്കടാവും. എന്നിട്ട് ആണല്ലേ? ബാറ്ററി ഹെൽത്തിനൊക്കെ അഫക്ട് ചെയ്യില്ല അപ്പൊ? അതൊക്കെ എനിക്ക് സ്ഥിര ഇതാണ്, എപ്പോഴും തന്നെ പണി. പക്ഷെ അത് മാറ്റണം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് പക്കം. ആക്ടിംഗ് സെഗ്മെന്റ്. എനിക്ക് DQ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. ഞാൻ ആക്ട് ചെയ്യണം. എന്താ ഒന്നൊരു പറ. എനിക്ക് DQ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. മതിയോ? അയ്യോ, ഇതല്ല ഡയലോഗ് ഒക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഡയലോഗ് തന്നെ പറഞ്ഞല്ലോ, കുറച്ചും കൂടെ വിപുലീകരിച്ച്. ഞാൻ പറയണോ അത് ആക്ട് ചെയ്യണോ? പറയണം. പറഞ്ഞോണ്ട് ആക്ട് ചെയ്യണം. എനിക്ക് DQ എന്ന് പറയുന്ന ഒരു വികാരമാണ്. ആ ഒരു ഡയലോഗ്, പെർട്ടിക്കുലർ ഡയലോഗ് മാത്രം മതി. അല്ലല്ല, കുറച്ചും കൂടെ പറഞ്ഞോ. ഇതാണ്. എനിക്ക് DQ എന്ന് പറയുന്ന ജീവനാണ്, അങ്ങനെ പറയണോ? ഓക്കെ. സത്യം പറഞ്ഞ ഭയങ്കര വികാരപാട്. പക്ഷെ ഫഹദ് ഫാസിലിന്റെ അഭിനയിക്കാനാണ് എന്റെ ദൈവന്റെ എല്ലാ ഇന്റർവ്യൂ നോക്കിയിട്ടാണല്ലേ വന്നിരിക്കുന്നത്. എനിക്ക് ഫഹദ് ഫാസിലിന്റെ കൂടെ അഭിനയിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ DQന്റെ കൂടെ അഭിനയിക്കാതിരിക്കില്ല. DQന്റെ ഇഷ്ടമല്ല. അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദുൽഖർ സൽമാനെ. ഭയങ്കര വികാരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സ്വീറ്റ് ആണ്. ലൈക്ക് ഈ അടുത്തൊക്കെയാണ് ഞാൻ കൂടുതലൊരു ഫാൻ ആയത്. എനിക്ക് മറ്റേ ഇന്റർവ്യൂ കുറെ നാൾ മുന്നത്തെ കേട്ടാ, അത് കഴിഞ്ഞു. ഇപ്പൊ DQ ഭയങ്കര സ്വീറ്റ് ആണ്. എന്താ പറയാ, ഭയങ്കര ലവിങ് ആയിട്ട് എനിക്ക് തോന്നി. ലൈക്ക് ആ വൈഫിനൊക്കെ കണ്ടില്ലേ, അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് DQനെ. അതുപോലത്തെ ഒരാളെ കല്യാണം കഴിക്കാനാണോ ആഗ്രഹം? അതെ, DQ പ്രശ്നമൊന്നുമില്ല.
ആൾക്കൊരു കുട്ടിയുണ്ട്. എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ. അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ചക്കം. ഈ ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് ആങ്കറുടെ പ്രൊഫൈൽ വാങ്ങി ചെക്ക് ചെയ്തിരുന്നു. ചെയ്തിരുന്നു. ഇഷ്ടപ്പെട്ടോ എന്നെ? സുന്ദരിയാട്ടോ. ഞാൻ വാങ്ങിച്ച ആര് ഇന്റർവ്യൂ ചെയ്യുന്നേ ലൈക് ഫണ്ണായിരിക്കോ അതോ എന്നോട് ഇരുത്തി കരയിക്കോ എന്ന് നമ്മൾ അറിയണ്ടേ. അതുകൊണ്ട് ഞാൻ നോക്കിയിരുന്നു. അപ്പൊ ഞാൻ കണ്ടു. അപ്പൊ ഓൾറെഡി ഞാൻ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ കുട്ടിയാണോ, ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ് എന്ന് പറഞ്ഞു. ഏത് ഇന്റർവ്യൂ കണ്ടത്? അതെ, അറിയാനുള്ളൊരു ത്വര. ഞാൻ ആരുടെയൊക്കെയോ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഫേസ് കണ്ടപ്പോ തന്നെ ഈ കുട്ടി ഫണ്ണാ, സ്വീറ്റാ, സുന്ദരി, അത് മനസ്സിലായി. സന്തോഷായില്ലേ? ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ചക്കം. ഇഷ്ടായില്ലേ? ഇഷ്ടായി. ക്യാമറമാനെ നോക്കി കൊഞ്ചലും കുത്തുക. പറയാൻ കാത്തിരിക്കായിരുന്നു അതൊക്കെ. ദൈവമേ, ഇത് ട്രോൾ പേജിൽ ഇതൊക്കെ ഇങ്ങനെയല്ല. ദൈവമേ ചേട്ടാ, നമ്മുടെ മറ്റേ ഇത് വെക്കണേ, തംബ്നെയിൽ ഇത് വെക്കണേ, കൊഞ്ചനം കുത്തണം. അപ്പൊ നമ്മുടെ ലാസ്റ്റ് പക്കം ഒരു ഇമോഷണൽ ക്വിസ് ആണ്. അപ്പൊ ഒരു യെസ് ഓർ നോ കാർഡ് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ. ഓക്കെ, തുടങ്ങാം. ഡൺ. മറ്റൊന്നിനും വേണ്ടിയോ മറ്റാർക്കും വേണ്ടിയോ സൗഹൃദങ്ങളുടെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പാടില്ല. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം. മറ്റൊന്നിനും വേണ്ടിയോ മറ്റാർക്കും വേണ്ടിയോ സൗഹൃദങ്ങളുടെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പാടില്ല. നോ. നോ, ഇല്ല, പാടില്ല. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ചെയ്തിട്ടില്ല, ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും അറിയോ? അറിയില്ല. ഓക്കെ. അബദ്ധങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ പറ്റിയാൽ സ്ട്രാറ്റജിക് ആയി അത് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കാതെ അത് തുറന്നു പറയുന്നതാണ് നല്ലത്. അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാനെല്ലാം തുറന്നു പറഞ്ഞ തീരില്ല. പിന്നെ സ്ട്രാറ്റജിക്കലി അത് മാറ്റാൻ ഞാൻ നോക്കാറില്ല. ഓപ്പൺ അപ്പ് ആയിട്ട് ഞാനെല്ലാം സത്യങ്ങൾ മാത്രം പറയുന്ന ഒരാളാന്നൊക്കെ. ദൈവം ഇതിനൊക്കെ ട്രോൾ വരൂല. അല്ല, നോർമലി എനിക്ക് നോണ പറയാൻ അറിയില്ല, അതിനുള്ള കഴിവില്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് പെട്ടെന്ന് ചിരി വരും, പെട്ടെന്ന് എന്നെ പിടിക്കും. എനിക്ക് നോണ പറയാനും ഇങ്ങനെ നമ്മളിങ്ങനെ കഥ പാടില്ല, ഇങ്ങനെ അങ്ങനെയോ ഇങ്ങനെ സംഭവിച്ചത് അങ്ങനെയൊന്നും പറയാനുള്ള ഒരു സെയിം എനിക്കത് പറ്റില്ല. എനിക്ക് ആ കഴിവ് ബിൽഡ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റാറില്ല. അപ്പൊ ഞാൻ വിചാരിക്കും സത്യം പറഞ്ഞാൽ പോലെ അതങ്ങ് തീരില്ലേ എന്ന് വിചാരിക്കും. അതുകൊണ്ട് ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറയാറുണ്ട്. ഓക്കെ. തേച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും, അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. വൺസ് മോർ. ഇതെന്നെ കൊണ്ട് പിന്നെ വായിപ്പിക്കണോ? ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും, അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. യെസ്, ഓഫ് കോഴ്സ്. അയ്യോ, അത് അങ്ങനെയാ. ലൈക് വൺസ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ആ ഒരു വിള്ളൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. ലൈക് അതങ്ങനെയാ. ഓക്കെ. ചില സത്യങ്ങൾ എന്നാണെങ്കിലും പുറത്തു വരിക തന്നെ ചെയ്യും. യെസ് 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 ഞാൻ ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ എത്ര നോണ പറഞ്ഞാലും ഏതെങ്കിലും ഒരു കാലത്ത് അത് അവരറിയും. ഓക്കെ. ചിലപ്പോഴെങ്കിലും നമ്മളെ ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്യുന്നവരുടെ കൂടെ നിൽക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണം. യെസ്, ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കുന്ന ആളാണ്. എപ്പോഴും നിൽക്കും. ഞാൻ പാർട്ടി പ്രവർത്തകരൊക്കെ പോലെ ഞാൻ മോസ്റ്റ്ലി നിൽക്കാറുണ്ട്. ലൈക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളുള്ള സ്നേഹം കൊണ്ടാണ്. അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പെട്ടെന്ന് ഒരു ഇൻസിഡന്റ് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, ഓർമ്മയില്ല. പക്ഷെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്റെ ഫാമിലീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്റെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന എല്ലാവരും എനിക്കൊരു പ്രശ്നം വന്നാൽ ഓടി വരാനും ലൈക്ക് എന്നെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രം എന്റെ ഞാൻ അടുത്ത് വെച്ചിട്ട് ലൈക്ക് എന്റെ ക്ലോസ് ആയിട്ടുള്ളൂ. അല്ലാണ്ട് ഒരാൾ പോലും ഇല്ല. അപ്പൊ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ എന്ത് കാര്യം വന്നാലും ചെറിയ സർക്കിൾ ആണ് അവര്, വളരെ ചെറിയ സർക്കിളാണ്. എനിക്ക് എല്ലാവരും ഞാൻ കമ്പനി ഉണ്ടെങ്കിലും ഇപ്പൊ കുഞ്ചു വിളിച്ചപ്പോ പറഞ്ഞില്ലേ, ഞാൻ വർഷത്തിൽ ഒരിക്കലും അവൾ വിളിച്ചാ അങ്ങനെയാ. ലൈക്ക് എനിക്ക് ഒത്തിരി കണക്ഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കീപ്പ് ഓൺ കണക്ഷൻ വെക്കുന്ന ഒരാളാണ്. എപ്പോഴും വിളിക്കുന്നു, അങ്ങനത്തെ ഒരാളേ അല്ല ഞാൻ. എന്റെ ഭയങ്കര ക്ലോസ് സർക്കിളാണ്. അവരെ കാണുമ്പോ ഭയങ്കര വൈബായിരിക്കും അല്ലേ? കാണുമ്പോ ഭയങ്കര വൈബാ. എവറിത്തിങ് വാസ് ഗുഡ്. താങ്ക് യു സോ മച്ച് മെഹർ. മെഹർ ഭയങ്കര എന്റെ പോലെ തന്നെ വൈബാന്നൊക്കെ. നമ്മൾ സെയിം വൈബാന്നൊക്കെ. ഭയങ്കര ഹാപ്പി, ഭയങ്കര ഫൺ ഇന്റർവ്യൂ. ഞാൻ അവരോട് ചോദിച്ചു ഫണ്ണായിരിക്കും ഇന്റർവ്യൂ. ഭയങ്കര ഫണ്ണാന്ന് പറഞ്ഞു. ഇത്രയും ഫണ്ട് ഞാൻ വിചാരിച്ചില്ല. ഓക്കെ. അപ്പൊ ചേച്ചിയല്ലോ ഒരുപാട് താങ്ക്സ്. നമ്മുടെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിനും ഒരുപാട് താങ്ക്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മെഹർ. താങ്ക് യു സോ മച്ച് ഹാവിംഗ് മീ.